به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹസമ്പന്നരായ സമാധാരണീയരായ സത്യവിശ്വാസികളെ സർവശക്തനായ അള്ളാഹുവിനെ ശരിയാം വിധം അറിഞ്ഞു മനസ്സിലാക്കി അവന്റെ ജീവിത ദർശനം ശരിയാം വിധം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങണമെന്ന് എന്നെയും നിങ്ങളെയും ആദ്യമേ ഓർമ്മിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം ജീവിതത്തെ ധന്യമാക്കി തീർക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. മനുഷ്യരെല്ലാവരും ജീവിതത്തിൽ സ്വസ്ഥതയും സ്വൈര്യവും സമാധാനവും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. സുഖസമ്പൂർണമായ ജീവിതം ഉണ്ടാകണമെന്ന് അഭിലഷിക്കുകയും അതിനുവേണ്ടി നിരന്തരമായി അധ്വാനിച്ചു കൊണ്ടിരിക്കുകയും പലരും അതിനുവേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുമാണ്. എന്നാൽ സത്യവിശ്വാസികളായ നമ്മെപ്പോലെയുള്ള ആളുകൾ ഭൗതികമായ ജീവിതത്തിൽ സുഖൈശ്വര്യങ്ങളും സമാധാനവും സംതൃപ്തിയും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതോടൊപ്പം മരണത്തിനപ്പുറമുള്ള ശാശ്വതമായ ജീവിതത്തിലും സന്തോഷവും സംതൃപ്തിയും സമാധാനവും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് സജ്ജമാക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നും സമാനതകളില്ലാത്ത സുഖാനുഭൂതികൾ അനുഭവിക്കാൻ സാധിക്കണമെന്ന് അഭിലഷിക്കുന്നവരും നമുക്കൊരിക്കലും സഹിക്കുവാൻ സാധിക്കാത്ത ശാശ്വതമായ നരകശിക്ഷയിൽ നിന്ന് പരിപൂർണമായും വിട്ടുനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷേ ആ ആഗ്രഹത്തെ അന്വർത്ഥമാക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നാം ഓരോരുത്തരും നടത്തുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്താണ് യഥാർത്ഥത്തിൽ അതിനുള്ള മാർഗം? ഈ ലോക ജീവിതത്തിൽ എന്ന പോലെ പരലോക ജീവിതത്തിനും സുഖം ലഭിക്കാൻ, സമാധാനമുണ്ടാക്കാൻ,
സംതൃപ്തി കൈവരിക്കാൻ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ, നരകത്തിൽ നിന്നും പരിപൂർണമായി വിട്ടുനിൽക്കാൻ എന്തുണ്ട് വഴി എന്നത് വളരെ പ്രധാനമാണ്. സുഫിയാൻ ഇബ്നു അബ്ദുല്ലാഹ് അത്തൗരി റളിയല്ലാഹു അൻഹു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഖുൽ ലീ ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ബഅദക. ഖൽ ഖുൽ ആമൻതു ബില്ലാഹി തുമ്മ ഇസ്തഖിം. അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങക്ക് ശേഷം ഞാൻ മറ്റൊരാളോടും ചോദിച്ച് മനസ്സിലാക്കേണ്ടതില്ലാത്ത വിധം ധന്യമായ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ കാര്യത്തിൽ താങ്കൾ എനിക്ക് അറിയിച്ചു തന്നാലും മനസ്സിലാക്കി തന്നാലും പഠിപ്പിച്ചു തന്നാലും. പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഖുൽ, നീ പറയൂ, ആമൻതു ബില്ലാഹി തുമ്മ ഇസ്തഖിം, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുക. തുമ്മ ഇസ്തഖിം, പിന്നീട് ഇസ്തിഖാമത്തോടുകൂടി നിലകൊള്ളുകയും ചെയ്യുക. ഇസ്ലാമിന്റെ കാര്യത്തിൽ ഏറ്റവും മൗലികമായിട്ടുള്ള വിഷയം ഏതാണ് എന്ന് ചോദിച്ചാൽ, ഐഹികമായ ജീവിതത്തിൽ സ്വസ്ഥതയും സ്വൈര്യവും സമാധാനവും ലഭ്യമാക്കുവാനും മരണത്തിനപ്പുറമുള്ള ശാശ്വതമായ ജീവിതത്തിൽ സ്വർഗീയാനുഭൂതി നുകരുവാനുമുള്ള വഴി ഏതാണ് എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നത്, നീ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുക, മനം തട്ടി പ്രഖ്യാപിക്കുക. ആ പ്രഖ്യാപനത്തിൽ യാതൊരു തരത്തിലുള്ള കലർപ്പും ഉണ്ടാകുവാൻ പാടില്ല. അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ യാതൊരു തരത്തിലുള്ള കലർപ്പും ഉണ്ടാകുവാൻ പാടില്ല. അള്ളാഹു അവന്റെ പ്രവാചകനിലൂടെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപനത്തിൽ യാതൊരു സംശയവും ഉണ്ടാകുവാൻ പാടില്ല. മരണത്തിനപ്പുറമുള്ള ശാശ്വതമായ ജീവിതം സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ ശങ്കലേശവും ഉണ്ടാകുവാൻ പാടില്ല. സർവോപരി അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട ആരാധനകൾ, പ്രാർത്ഥനകൾ, നേർച്ചകൾ, വഴിപാടുകൾ അത് അള്ളാഹുവിന് മാത്രം സമർപ്പിക്കണം. അങ്ങനെ സമാധാന ചിത്തമായ മനസ്സിന്റെ ഉടമയാകണം, സമാധാന സംതൃപ്തിയുള്ള മനസ്സിന്റെ ഉടമയാകണം. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുൽ അംനു വഹും മുഹ്തദൂൻ. സത്യവിശ്വാസികൾ, അവരുടെ വിശ്വാസം അക്രമവുമായി കലർന്നിട്ടില്ല, അവർക്കാണ് നിർഭയത്വമുള്ളത്, അവർക്കാണ് സമാധാനമുള്ളത്. ഇരുലോക ജീവിതത്തിലും നിർഭയത്വവും സമാധാനവും ഉണ്ടാകുവാനുള്ള പ്രഥമമായ മാർഗം എന്ന് പറയുന്നത് അള്ളാഹുവിൽ വിശ്വസിക്കുക മാത്രമല്ല, ആ വിശ്വാസത്തിൽ അല്പം പോലും കലർപ്പ് സംഭവിക്കാതിരിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ട ആരാധനകളിൽ, പ്രാർത്ഥനകളിൽ, നേർച്ച വഴിപാടുകളിൽ, അഭൗതികമായ സഹായ തേട്ടങ്ങളിൽ ഒരാളെയും യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുക. എങ്കിൽ സമാധാനപൂർണമായ മനസ്സിന്റെ ഉടമയായി മാറുവാനും മരണത്തിനപ്പുറമുള്ള ശാശ്വതമായ ജീവിതത്തിൽ സ്വർഗം കിട്ടുവാനുമുള്ള പാതി വഴി തെളിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് ആ വിശ്വാസത്തെ അന്വർത്ഥമാക്കാൻ കഴിയുന്ന രൂപത്തിൽ ഇസ്തിഖാമത്തുള്ളവനായി മാറുക എന്നുള്ളതാണ്. എന്താണ് ഇസ്തിഖാമത്ത് എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്? വളരെ സമഗ്രമായ അർത്ഥതലമുള്ള ഒരു പദമാണ്. ഇസ്ലാമിലെ അഖീദയുമായി ബന്ധപ്പെട്ട, ശരീഅത്തുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഉൾച്ചേരുന്ന ഒരു പദമാണ് ഇസ്തിഖാമത്ത് എന്നുള്ളത്. വിശ്വാസവും ആരാധനയും ആചാരവും സംസ്കാരവും എല്ലാം ആവാഹിക്കുന്ന ഒരു പദമാണ് ഇസ്തിഖാമത്ത് എന്നുള്ളത്. വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ എന്തെല്ലാമാണെന്ന് ശരിയാം വിധം അറിഞ്ഞു പഠിച്ചു മനസ്സിലാക്കി ഉൾക്കൊണ്ട് മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ് ഇസ്തിഖാമത്ത് എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്.
തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഒട്ടധികം സ്ഥലങ്ങളിൽ ഈ ഒരു പദം പ്രയോഗിച്ചിട്ടുണ്ട്. ഫഅഖിം വജ്ഹക ലിദ്ദീനിൽ ഖയ്യിം മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ മറദ്ദ ലഹു മിനല്ലാഹി ശൈആ വയൗമഇദിൻ യസ്ഫദ്ദഊൻ. 30-ാമത്തെ സൂറയിലെ 43-ാമത്തെ വചനം. ആകയാൽ നീ നിന്റെ മുഖത്തെ നേർക്കുനേരെ തിരിച്ചു വെക്കുക. ലിദ്ദീനിൽ ഖയ്യിം, ന്യൂനതയില്ലാത്ത മതത്തിനു നേർക്ക്. മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ മറദ്ദ ലഹു മിനല്ലാഹി ശൈആ, അല്ലാഹുവിൽ നിന്ന് ഒരാൾക്കും തടുത്തു നിർത്താൻ കഴിയാത്ത ഒരു ദിനം വരുന്നതിന് മുമ്പ്. വയൗമഇദിൻ യസ്ഫദ്ദഊൻ, അന്നേ ദിവസം രണ്ടായി പിരിയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്നത്, നീ നിന്റെ മുഖത്തെ അഥവാ നിന്റെ ജീവിതത്തെ അപക്രമായ, അവികലമായ, അന്യൂനമായ മതത്തിനു നേർക്ക് ശരിയാം വിധം തിരിച്ചു വെക്കുക. മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ മറദ്ദ ലഹു മിനല്ലാഹി ശൈആ, അല്ലാഹുവിൽ നിന്ന് ഒരാൾക്കും തടുക്കുവാൻ സാധിക്കാത്ത ഭയാനകമായ ആ ദിവസം വന്നെത്തുന്നതിന് മുമ്പ്, വ്യക്തിയിലേക്ക് ആപേക്ഷികമായി മൃത്യു വന്ന് തലോടുന്നതിന് മുമ്പ്, മരണം വരുന്നതിന് മുമ്പ് നീ നിന്റെ ജീവിതത്തെ സമ്പൂർണമായും സൃഷ്ടാവിന് നേർക്ക് തിരിച്ചു വെക്കുക. വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം മൂല്യങ്ങളാണോ നമ്മോട് ഉൾക്കൊള്ളാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത്, അത് പരിപൂർണമായും ഉൾക്കൊള്ളുക. ഏതെല്ലാം മേഖലകളിൽ നിന്നാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് വിട്ടുനിൽക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്, ആ മേഖലകളിൽ നിന്നെല്ലാം പരിപൂർണമായും വിട്ടുനിൽക്കുക. രഹസ്യത്തിൽ എന്ന പോലെ പരസ്യത്തിലും, പരസ്യത്തിൽ എന്ന പോലെ രഹസ്യത്തിലും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുക. ആ ഭയപ്പാട് ശരിയാം വിധം നിലനിർത്തുന്നതിന് വേണ്ടിയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ നിയമമാക്കിയിട്ടുള്ള ആരാധനകൾ അത് ശരിയാം വിധം അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച പ്രകാരത്തിൽ നിർവഹിക്കുക. ആ ആരാധനകളിലൂടെ അനിവാര്യമായും നേടിയെടുക്കേണ്ട ജീവിത സംശുദ്ധി നിലനിർത്തുക. ആ സംശുദ്ധമായ വ്യക്തിത്വത്തിന്റെ നിറവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപനങ്ങൾ എന്തെല്ലാമാണെന്ന് ശരിയാം വിധം മനസ്സിലാക്കി അത് ചെറുതെന്ന വലുതെന്ന വ്യത്യാസമില്ലാതെ പരിപൂർണമായും പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. സർവോപരി ആ മതത്തിൽ, ആ ദീനിൽ, ആ നേർരേഖയിൽ, സ്വർഗപാതയിൽ അടിയുറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബനാ, ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ രക്ഷിതാവേ, ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, ഞങ്ങളെ സന്മാർഗത്തിലേക്ക് എത്തിച്ചതിന് ശേഷം, വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ എത്തിച്ചതിന് ശേഷം ഞങ്ങളുടെ മനസ്സിനെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നാഥ നീ വഴി തെറ്റിച്ചു കളയരുതേ. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്നിൽ നിന്നുള്ള അനുഗ്രഹത്തെ, കാരുണ്യത്തെ ഞങ്ങൾക്ക് നീ ചൊരിഞ്ഞു തരികയും ചെയ്യണമേ. ഇന്നക അൻതൽ വഹ്ഹാബ്, തീർച്ചയായും നീ അങ്ങേയറ്റം ദാനം ചെയ്യുന്നവനാകുന്നു, നൽകുന്നവനാകുന്നു. അങ്ങേയറ്റം പിശുക്കില്ലാതെ നൽകുന്നവനായ നാഥ, നിന്റെ കാരുണ്യത്തെ, നിന്റെ അനുഗ്രഹത്തെ നീ നിർലോഭമായി ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് അകം തട്ടി സദാ ചോദിച്ചു കൊണ്ടിരിക്കുക. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഈ ദീനിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കാൻ സാധിക്കുന്ന, ആ ഇസ്തിഖാമത്തിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കാൻ സാധിക്കുന്ന ഒട്ടധികം ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളുമായി നിരന്തരമായി നാം ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്നതാണ്. ആ ഘടകങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് അന്യമായിട്ടുള്ള കാര്യങ്ങളല്ല, മറിച്ച് പലപ്പോഴും നാം തന്നെയാണ്. നമ്മുടെ സ്വന്തം മനസ്സാണ്,
നമ്മുടെ മനസ്സിന്റെ ഇച്ഛകളാണ്, താല്പര്യമാണ്. നമ്മുടെ സ്വന്തം ഇച്ഛ, മനസ്സിന്റെ താല്പര്യം അള്ളാഹുവിന്റെ വിധി വിലക്കുകൾക്കപ്പുറം അതിനെയാണ് നാം പിന്തുടരുന്നതെങ്കിൽ ഇസ്തിഖാമത്തിൽ നിന്ന് നാം വഴിതെറ്റിപ്പോകും. നമ്മുടെ ഭാര്യമാരോടുള്ള സ്നേഹം, നമ്മുടെ മക്കളോടുള്ള സ്നേഹം, സമ്പത്തിനോടുള്ള സ്നേഹം അള്ളാഹുവിന്റെയും അവന്റെ പ്രവാചകന്റെയും വിധി വിലക്കുകളെക്കാൾ അപ്പുറം നാം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇസ്തിഖാമത്തിൽ നിന്ന് വഴിതെറ്റിപ്പോകും. زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب. തീർച്ചയായും മനുഷ്യർക്കും അവരുടെ മനസ്സിലേക്ക് അലങ്കൃതമാക്കപ്പെട്ടിരിക്കുന്നു ഹുബ്ബുസ് ശഹവാത്ത്, തങ്ങളുടെ ഇച്ഛകളോടുള്ള സ്നേഹം, മിനൻ നിസാഇ, സ്ത്രീകളിൽ നിന്നുള്ള, വൽ ബനീൻ, സന്തതികളിൽ നിന്നുള്ള, വൽ ഖനാതീരിൽ മുഖൻഫറതി മിനൽ ദഹബി വൽ ഫിദ്ദ, സ്വർണ്ണത്തിന്റെയും വെള്ളിയുടെയും കൂമ്പാരങ്ങളിൽ നിന്നുള്ള, വൽ ഖൈരിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർഥ, മുദ്ര ചെയ്യപ്പെട്ടിട്ടുള്ള കുതിരകളോടുള്ള, കൃഷിയോടുള്ള, ഇത്തരത്തിലുള്ള ഭൗതികമായിട്ടുള്ള മേഖലകളോടുള്ള ഇഷ്ടം, സ്നേഹം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അലങ്കൃതമാക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു എണ്ണി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഭൗതികമായിട്ടുള്ള വിഭവങ്ങളാണ്. എന്നാൽ നിങ്ങൾ അറിയുക, നിങ്ങൾ മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ അടുത്താണ് ഏറ്റവും നല്ല മടക്കമുള്ളത്. ആ ഏറ്റവും നല്ല മടക്കത്തെ വിസ്മരിച്ചുകൊണ്ട് നമ്മുടെ ഇച്ഛയോടുള്ള സ്നേഹം, നമ്മുടെ ഇച്ഛ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കണമെന്നുള്ള മോഹം, നമ്മുടെ ഭാര്യമാരോടുള്ള, നമ്മുടെ സന്തതികളോടുള്ള, നമ്മുടെ സമ്പത്തിനോടുള്ള, നമ്മുടെ നേതൃത്വത്തോടുള്ള അദമ്യമായിട്ടുള്ള അഭിലാഷം, ഉത്കടമായ താല്പര്യം, അത് അള്ളാഹുവിന്റെ വിധി വിലക്കുകൾക്കപ്പുറമാണെങ്കിൽ, അള്ളാഹുവിന്റെ നിയമങ്ങൾക്കപ്പുറമാണെങ്കിൽ ഇസ്തിഖാമത്തിൽ നിന്ന് നമ്മെ വഴിതെറ്റിച്ചു കളയുന്ന ഘടകമാണ്. അപ്രകാരം നമ്മെ വഴിതെറ്റിച്ചു കളഞ്ഞാൽ ശാശ്വതമായ ജീവിതത്തിൽ സ്വർഗീയാനുഭൂതി നുകരുവാൻ നമുക്ക് സാധ്യമാവുകയില്ല. അതുകൊണ്ട് തന്നെ നാം ബന്ധപ്പെടുന്ന വ്യത്യസ്തമായിട്ടുള്ള മേഖലകൾ, ആ മേഖലകളിൽ ഒന്നുപോലും അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി താൻ അനുസരിക്കുന്നില്ല, അതിലൊന്നിനെ പോലും താൻ അനുസരിക്കുന്നില്ല. അള്ളാഹുവിന്റെ വിധി വിലക്കുകൾക്ക് വിരുദ്ധമായി, അള്ളാഹുവിനോടുള്ള അനുസരണത്തിന് വിരുദ്ധമായി സൃഷ്ടികളിൽപ്പെട്ട ഒരാളുടെയും കൽപ്പനയും തീരുമാനവും ഞാൻ അംഗീകരിക്കുന്നില്ല, അനുസരിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിരുദ്ധമായി, അള്ളാഹുവിന്റെ തീരുമാനത്തിന് വിരുദ്ധമായി, അള്ളാഹുവിന്റെ നിർദ്ദേശത്തിന് വിരുദ്ധമായി, അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ഒരു സൃഷ്ടിയുടെയും തീരുമാനത്തെ നാം സ്വീകരിക്കുവാൻ പാടില്ല, ഒരു സൃഷ്ടിയുടെയും തീരുമാനത്തെ അനുസരിക്കുവാൻ പാടില്ല. അത് മാതാവാകട്ടെ, പിതാവാകട്ടെ, സന്തതികളാകട്ടെ, സഹധർമ്മിണിമാരാകട്ടെ, സ്നേഹിതന്മാരാകട്ടെ, സുഹൃത്തുക്കളാകട്ടെ, സംഘടനാ നേതൃത്വമാകട്ടെ, ആരാകട്ടെ, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി അത്തരത്തിൽപ്പെട്ട ഒരാളെയും അനുസരിക്കുവാൻ നമുക്ക് പാടുള്ളതല്ല. അങ്ങനെ ആരെയെങ്കിലും നാം അനുസരിച്ചു പോയാൽ നേർരേഖയിൽ നിന്ന്, ഇസ്തിഖാമത്തിൽ നിന്ന് നാം തെറ്റിപ്പോകും. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം ശരിയാം വിധം മനസ്സിലാക്കി നമ്മുടെ രക്ഷിതാവ് അള്ളാഹു മാത്രമാണ് എന്ന് അംഗീകരിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ കൽപ്പനക്ക്, അവന്റെ തീരുമാനത്തിന് വിരുദ്ധമായി ഒരു സൃഷ്ടിയെയും ഞാൻ അംഗീകരിക്കുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടും ആ പ്രതിജ്ഞ അന്വർത്ഥമാക്കാൻ സാധ്യമാകുമാറും ഇസ്തിഖാമത്തോടുകൂടി നാം നിലകൊള്ളുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരാൾക്കും നൽകാത്ത സുഖവും സ്വസ്ഥതയും സ്വൈര്യവും സമാധാനവും മരണത്തിനപ്പുറമുള്ള ശാശ്വതമായ ജീവിതത്തിൽ സ്വർഗവും നമുക്ക് പ്രദാനം ചെയ്യും. ഇന്നല്ലദീന ഖാലൂ
റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ ലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ. സൂറത്ത് ഫുസ്സിലത്തിലെ 30-ാമത്തെ വചനം. തീർച്ചയായും ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹു ആണ് എന്ന് പ്രഖ്യാപിക്കുകയും പിന്നീട് ഇസ്തിഖാമത്തോടുകൂടി നിലകൊള്ളുകയും ചെയ്തവർ, ആ വിശ്വാസത്തെ അന്വർത്ഥമാക്കാൻ സാധ്യമാകുമാറ് നേരെ ചൊവ്വേ നിലകൊള്ളുകയും ചെയ്തവർ, തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ മലക്കുകൾ അവരുടെ മേൽ വന്നിറങ്ങും. അവരോട് പറയും, നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, നിങ്ങൾ നൊമ്പരപ്പെടേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് ആത്മമിത്രങ്ങളാകും. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ. തീർച്ചയായും അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ മലക്കുകൾ അത്തരത്തിലുള്ള വിശ്വാസികളോട് പറയും, ഐഹിക ജീവിതത്തിൽ അവർക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ മലക്കുകളുടെ ആവരണമുണ്ടാകും. ആ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ മലക്കുകൾ മരണവേളയിലും മരണത്തിനപ്പുറമുള്ള ബർസഖി ജീവിതത്തിലും വിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കും. തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് ആത്മമിത്രങ്ങളാകുന്നു. തീർച്ചയായും നിങ്ങൾ അധ്വാനിച്ചതിനും നിങ്ങൾ പ്രവർത്തിച്ചതിനും നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾ നേർക്കുനേരെ ക്രമീകരിച്ചതിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വേണ്ടി അയച്ചിട്ടുള്ള ദൂതന്മാരാണ് ഞങ്ങൾ. തീർച്ചയായും നിങ്ങൾക്കും ഈ ലോക ജീവിതത്തിൽ സ്വൈര്യമുണ്ടും സ്വസ്ഥതയുണ്ടും സമാധാനമുണ്ടും. പാരത്രിക ജീവിതത്തിൽ നിങ്ങൾ യാതൊരു തരത്തിലും പ്രയാസപ്പെടേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സച്ചരിതരായ ആളുകൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗം തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കും. ആ സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് എന്താണോ ആഗ്രഹിക്കുന്നതും എന്താണോ കൊതിക്കുന്നതും എന്താണോ നിങ്ങൾ ചോദിക്കുന്നത് അത് മുഴുവൻ നിങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു അവസ്ഥ നമുക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി നാം ശ്രദ്ധിക്കേണ്ടതും നമ്മുടെ വിശ്വാസത്തിനനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ശരിയാം വിധം നാം ക്രമീകരിക്കണം. പരസ്യത്തിൽ എന്ന പോലെ രഹസ്യത്തിലും അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ശരിയാം വിധം മനസ്സിലാക്കി അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്, അള്ളാഹു നമ്മെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നേരെ ചൊവ്വേ നിലകൊള്ളണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം നേരെ ചൊവ്വേ നിലകൊള്ളുന്ന സ്വർഗത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ മൻ ഇത്തബഅൽ ഹുദാ ഇലാ യൗമിദ്ദീൻ. ഫയാ അയ്യുഹൽ ഇഖ്വ വൽ അഖ്വാത്ത് ഉസീകും സാനിയൻ ബിത്തഖ്വല്ലാഹ്. നമ്മുടെ രക്ഷാമാർഗം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ അവതരിപ്പിച്ചു തന്നിട്ടുള്ള വഹി, അത് എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കി ശരിയാം വിധം പിന്തുടരുക എന്നുള്ളതാണ്. വിശ്വാസപരമായ കാര്യമാകട്ടെ, ആരാധനാപരമായ കാര്യമാകട്ടെ, ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാകട്ടെ, സ്വഭാവ സംസ്കാര മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധ്യാപനങ്ങളാകട്ടെ, അവയോരോന്നും മനസ്സിലാക്കി വേർതിരിവ് കാണിക്കാതെ സമിഅന വ അതഅന എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ്. എന്നാൽ പലപ്പോഴും വിശ്വാസികളായ നമ്മിൽപ്പെട്ട പലരും ഈ പറയപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളിലും ബോധപൂർവമോ അല്ലാതെയോ വീഴ്ച വരുത്തുന്നവരാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വിശ്വാസപരമായ മേഖലകളിൽ സംഭവിക്കുന്ന വീഴ്ച എന്നുള്ളത്. അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ടിട്ടുള്ള അവകാശപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളത് സാധാരണക്കാരിൽ പലപ്പോഴും സംഭവിക്കാറുള്ളതാണ്. അലസത കാരണമോ അശ്രദ്ധ കാരണമോ അജ്ഞത കാരണമോ അള്ളാഹു അല്ലാത്തവരെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്യുക എന്നുള്ളത്.
പാടില്ലാത്തതാണ്. ആരെങ്കിലും സത്യം ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിനെ പിടിച്ചുകൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. എൻ്റെ ഉപ്പയാണേ നേര്, ഉമ്മയാണേ നേര്, എൻ്റെ മക്കളാണേ സത്യം, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭർത്താവാണ് സത്യം, കഅബയാണ് സത്യം. അള്ളാഹുവിന്റെ കൂടെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന വേറെ ചില വ്യക്തികളുടെ പേര് പറഞ്ഞുകൊണ്ട് അവരാണ് സത്യം, മൊയ്തി ശൈഖാണ് സത്യം, മടവൂരാണ് സത്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശപഥം ചെയ്യുന്ന സ്വഭാവം ചില സാധാരണക്കാരിൽ ഉണ്ടാകാറുണ്ട്. വിശ്വാസപരമായി വിശുദ്ധി കൈവരിച്ചു എന്ന് വിചാരിക്കുന്ന ആളുകൾ പോലും, മുവഹിദുകൾ എന്ന് വിചാരിക്കുന്ന ആളുകളിൽ പോലും ഇത്തരത്തിലുള്ള പിഴവുകൾ സംഭവിക്കാറുണ്ട്. എൻ്റെ മക്കളാണേ സത്യം, പലപ്പോഴും പറയുന്നതാണ്. ഉമ്മയാണേ സത്യം, പലപ്പോഴും പറയുന്നതാണ്. കഅബയാണേ സത്യം, പലപ്പോഴും പറയുന്നതാണ്. പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇന്നല്ലാഹ യൻഹാകും അൻ തഹലിഫു ബിആബാഇകും മൻ കാന ഹാലിഫൻ ഫൽയഹ്ലിഫ് ബില്ലാഹി ഔ ലിയസ്മുത്. തീർച്ചയായും അള്ളാഹു നിങ്ങൾക്ക് വിരോധിച്ചിരിക്കുന്നു, നിങ്ങളുടെ പിതാക്കന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് ശപഥം ചെയ്യുക, സത്യം ചെയ്യുക എന്നതിന്. ആരെങ്കിലും സത്യം ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ പിടിച്ചു സത്യം ചെയ്യട്ടെ, ഇല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിനുള്ള അർഹത അള്ളാഹുവിന് മാത്രമാകുന്നു. അള്ളാഹുവിന് അവരുടെ സൃഷ്ടികളിൽപ്പെട്ട ഏതിനെ പിടിച്ചും സത്യം ചെയ്യാം. എന്നാൽ സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം സ്രഷ്ടാവിനെ പിടിച്ചു മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്താൽ മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് അശ്റക, ആരെങ്കിലും അള്ളാഹു അല്ലാത്ത ആളുകളെ കൊണ്ട് സത്യം ചെയ്താൽ അവൻ അള്ളാഹുവിൽ പങ്കു ചേർത്തിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. മൻ ഹലഫ വഖാല ഫി ഹനഫിഹി ബില്ലാഹി വൽ ഉസ്സ ഫൽയഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു വ്യക്തി സത്യം ചെയ്യുന്നു, സത്യം ചെയ്തിട്ട് അവൻ പറയും വഖാല ഫി ഹനഫിഹി ബില്ലാഹി വൽ ഉസ്സ, അവന്റെ സത്യത്തിൽ ലാത്തയെ പിടിച്ചുകൊണ്ട് ഉസ്സയെ പിടിച്ചുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന സിദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഔലിയാക്കന്മാരെ പിടിച്ചുകൊണ്ട് ആരെങ്കിലും സത്യം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണത്. ഇസ്ലാമിൽ തന്നെ പുറത്തു പോകാൻ സാധ്യതയുള്ള ഒരു വിഷയമാണത്. അങ്ങനെ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പറഞ്ഞു കൊള്ളട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നവൻ പറഞ്ഞു കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാൻ നമുക്ക് സാധിക്കും. അഥവാ വളരെ കൃത്യമായ ശ്രദ്ധ ഇത്തരം കാര്യങ്ങളിൽ നമ്മിൽ ഉണ്ടാകണം. അലസത കാരണം, അജ്ഞത കാരണം ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ പോലും നമ്മിൽ വരാൻ പാടില്ല എന്നാണ് ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം കാര്യങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ, സജ്ജനങ്ങൾ, സത്യത്തിൽ ഉൾപ്പെടുത്തുന്ന എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. വീഴ്ചകൾ അവൻ നമുക്ക് പുറത്തും മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന സിഫ് അൻ അദാബ ജഹന്നമ ഇന്ന അദാബഹ കാന ഗറമൻ ഇന്നക സഅത് മുസ്തഖറൻ മുഖാമൻ. അല്ലാഹുമ്മ അജർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജർനാ മിനൻ നാർ, اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداء الدين. اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين امين برحمتك يا ارحم الراحمين.